ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്ന് അറിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും. ഒരുപാട് ഡൗട്ടുകളുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലമുണ്ട്, ഇൻട്രാക്ഷൻ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ആ സാറിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുക. എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചി അതെനിക്ക് മനസ്സിലായില്ല എന്ന് ഒന്ന് ഉള്ളൂ. വേറൊരു കാര്യം, നിങ്ങൾ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ വർക്കൗട്ട് എടുത്താൽ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. മലയുടെ മണ്ടയ്ക്ക് കേട്ടുന്ന അറിയാം. പിന്നെ വേറൊരു കാലിലേക്ക് മണ്ണ് മാടുന്നത് അറിയാം. നമുക്ക് കുറെ തെറാപ്പീസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10 സ്റ്റുഡൻസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ബേസിലാണ് എല്ലാ കാര്യവും പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പൊ കഥ കേൾക്കാൻ എല്ലാം റെഡിയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൂടുതലായിട്ട് അഡിക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു 3 പേരെയും പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ. ഈ 3 പേര് നിങ്ങളുടെ കൂടെ വന്ന ആരും അങ്ങ് വിചാരിച്ചു. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം രാവിലെ നിങ്ങളുടെ വന്ന ആരും മീറ്റ് ചെയ്യില്ലേ? ഡോക്യുമെന്റ് ഹൗസിൽ ഒരു തലയായിട്ടിരുന്ന ഒരാള്, അതാണ് ഈ ഇതിന്റെ DTA എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഒരു അഡിക്ഷൻ ആയിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ഈ പറയുന്നത് സെക്സ് അഡിക്ഷൻ, അതും ഒരു തരം അഡിക്ഷൻ ആയിട്ടാണ് ആൾക്കാർ. വളരെ നല്ല രീതിക്ക് ഇന്ററാക്ഷൻ, അതുപോലെ തന്നെ വിനോദവും വിജ്ഞാനം ഒരുമിച്ച് വന്ന ഒരു നല്ലൊരു അവസ്ഥയായിരുന്നു. അല്ലാതെ നല്ലൊരു അനുഭവമായിരുന്നു. As well as park also, we enjoyed a lot. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ ഒരു 3 വർഷത്തിന് ശേഷമാണ്, മുമ്പാണ് ഈ സൈക്കോ പാർക്ക് എന്നുള്ള ആശയം വന്നത്. അത് ബിൽഡപ്പായത്. അപ്പോൾ ഞാൻ പിന്നെ മേഡത്തിനെയാണ്